എവിടെ പോണ്ടേ? തിരക്കാം. നീ ഒരു കാര്യം ചെയ്യാം, താഴോട്ട് പറമ്പിലോട്ട് പോവാം നമുക്ക്. പറമ്പിലോ? ഞാനോ? ഒരു തടം എടുക്കാം. അയ്യേ, ഇന്ന് ജംഗ്ഷനില് DDT പാർട്ടിക്കാർ വർണ്ണ വിവേചനത്തിനെതിരെ ഒരു സമരം നടത്തുന്നുണ്ട്. അതിന് പങ്കെടുക്കണം. അടികൊള്ളാൻ തീരുമാനിച്ചു. അടികൊള്ളാനോ? സമരത്തിന് ഉറപ്പായിട്ട് ആളുകൾ ഓടിച്ചിട്ട് അടിക്കും. അടിയെന്ന് എഴുതി കാണിക്കുമ്പോൾ ഞാൻ ഓടും മച്ചമ്പി. ബിരിയാണി ഉണ്ട്, ബിരിയാണി. എന്റെ കൂടെ വാടാ ഇറക്കാൻ ചുമ്മാ ആവശ്യമില്ലാതെ. ഒന്നും തോന്നല്ല, ഒട്ടും സമയമില്ല. രാഷ്ട്രീയക്കാർക്ക് അങ്ങനെ അറിയാമല്ലോ. മച്ചമ്പി ഇറങ്ങിയോ? എന്ത് സമരത്തിന് ഇറങ്ങിയാണോ? അല്ല, ഞാൻ കല്യാണത്തിന് ഇറങ്ങിയത്. കല്യാണോ? സമരത്തിനാണ്. ഒരു 10 മിനിറ്റ് റെഡിയായി തക്കന വരും. അയ്യോ, സാറ് വന്നില്ലെങ്കിൽ അവിടെ സമരം നടക്കൂലല്ലോ. എടാ, സമരത്തിന് വരേണ്ട അണികൾ നേരത്തെ തന്നെ ഒരു സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അതാണ് ഉത്തരവാദിത്തമുള്ള അണികൾ. നിനക്ക് വേണ്ടി നീ എന്താണ് നിന്റെ ഉദ്ദേശം? കുളിച്ചിട്ട് വന്ന അവിടെ അപ്പുക്കുട്ടൻ സാർ ഇന്നാളെ പറഞ്ഞു, എൻ്റെ അനുജൻ എന്ന ഒറ്റ പരിഗണനയാണ് നിന്നെ നിർത്തിയിരിക്കുന്നത് പാർട്ടിയിൽ, കേട്ടാ. അത് നീ മുതലെടുക്കല്ലേ റൊണാൾഡേ. എനിക്കറിയാം അവിടെ സമരം ചെയ്യാൻ, കേട്ടാ. ബാബു ഒക്കെ എന്നെ വെയിറ്റ് ചെയ്ത് അവിടെ. അയ്യോ, പിന്നെ ബാബു, നീ ഇവിടെ നിന്ന് സമരം ചെയ്യും, ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അത് നടക്കൂല. എന്നോടോ കൊടക്കാള മാതാവേ, ഞാൻ 101 രൂപ മെഴുതിരി കത്തിക്കുക. പോലീസുകാർ അടികൊണ്ടിന്റെ ചന്തി പൊട്ടണേ. നീ ആള് കൊള്ളാലടാ. മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുമ്പോൾ അത് പിന്തിരിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിഷമം. ഇല്ല, എനിക്ക് ഈ വിഷമം മാറ്റണ വല്ല കഴിച്ചാലേ പറ്റും. ഞാൻ ലില്ലിപ്പനെടുത്ത് വല്ല കഴിക്കട്ടെ. കഴിച്ചിട്ട് വരുമോ? നോക്കട്ടെ, വിശ്രമിച്ചില്ല. അവിടെ മമ്മൂട്ടി ഉണ്ട്, വേറെ അത് മേടിച്ചിട്ട് വരണം കേട്ടാ. ഞാൻ നോക്കിയിരിക്കും. എന്തെങ്കിലും കഴിക്കാൻ തരുമോ? കഴിക്കാൻ ഇപ്പോഴല്ലേ കഴിച്ചിട്ട് അങ്ങോട്ട് പോയത്? അത് ദഹിച്ചില്ലേ പെണ്ണേ. ദേ ഒന്ന് പൊയ്ക്കെ. ഇവിടെ എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകാൻ സമയമായി. ഒരു 3 ദോശ, ഒരു ഇച്ചിരി പോലെ ചമ്മന്തി തരാനാ? ഇല്ല തരാൻ. ദേ ഞാൻ പാത്രമൊക്കെ കഴുകി വെക്കണ കാണുന്നില്ലേ? ചേച്ചിയുടെ അടുത്തോട്ടിയല്ലേ? അവിടെ കുറെ പുഴുങ്ങി ഉപ്പുമാവ് വെച്ചിട്ടുണ്ട്. ആ പെണ്ണുമ്പിള്ളക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാറ്. എന്തോ ഇതായാലും ഉപ്പുമാവ്. ഞാൻ ചേച്ചി അടുത്ത് പറയുവേ. എന്താടാ ഉപ്പുമാവിന്റെ കാര്യം പറഞ്ഞാട്ടെ? ചേട്ടത്തി ഉണ്ടാക്കുന്ന ഉപ്പുമാവിന്റെ ടേസ്റ്റ് അത് കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞതാ. അത്ര ഇഷ്ടമാണോ നിനക്ക്? എന്ത് രസാ. എന്നാ വാ, അതിന്റെ പങ്കവിടെ വെച്ചിട്ടുണ്ട്. അന്ന് അല്ല, വേണ്ട, ഞാനും കൂടി വന്നിട്ട് എടുത്താ മതി. അവിടെ കൊച്ചിന്റെ കുറുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട്, അവൻ അതും എടുത്ത് തിന്നു. നീ ഇതെവിടെ പോണ? ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകണം. ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമല്ലേ? ഇന്ന് ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമാണോ? അങ്ങോട്ട് ഒന്ന് കയറി കൊടു. അവിടെ സമരം തുടങ്ങാൻ പോവാ. അത് നിങ്ങളുടെ ഡാൻസ് ക്ലാസ്സിലാണല്ലേ? ചേച്ചി എങ്ങനെ അറിഞ്ഞു? മുത്ത് പറഞ്ഞ്. പിന്നെ ക്ലീറ്റോ രാവിലെ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞപ്പോൾ കഷ്ടമായി പോയല്ലേ പിള്ളേരോടൊക്കെ ഇങ്ങനെ പണ്ടേ സമരം നടത്തേണ്ടതായിരുന്നു ചേച്ചി. അവരങ്ങനത്തെ ഒരു വൃത്തികേട്ട സാധനം. എന്ത് പെണ്ണുപിള്ളി ക്ലീറ്റ പറഞ്ഞു കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. എനിക്കറിയാം, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് അവിടെ പഠിപ്പിക്കണത്. അവരുടെ സ്ഥിര സ്വഭാവം ചേച്ചി ഇത്. ഫസ്റ്റ് അവർ ഈ പിള്ളേരെ പഠിപ്പിച്ച്, ഈ കറുത്ത പിള്ളേരും വെളുത്ത പിള്ളേരൊക്കെ പഠിപ്പിച്ച് എത്ര രൂപ ഉണ്ടാക്കിയെന്നറിയോ? 3 നില കെട്ടിടമാണ്. ആ ചേച്ചി വീട് നിൽക്കുന്ന സ്ഥലം എവിടെ നിർത്തില്ലേ? കണ്ണായ സ്ഥലത്ത് ആ 3 നില മേടിച്ച് ഡാൻസ് ക്ലാസ് എത്ര സ്ഥലത്തുണ്ടെന്നാണ്. ഇവരിതെല്ലാം പിള്ളേരെ പിഴിഞ്ഞുണ്ടാക്കി. എന്നിട്ട് ഇപ്പോഴാണ് അവർക്ക് കറുത്ത പിള്ളേര് ചതുർത്ഥിയായത്. അതെല്ലാം അവസാനത്തിനാ. കണ്ണായ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഇന്ന് തീരുമാനവും. എല്ലാ രാഷ്ട്രീയ സംഘടനകളും ഈ സമരത്തിനകത്തുണ്ട്. കണ്ടോ? നല്ല കാര്യം. അവർക്കിട്ടൊരു കൊട്ടു കൊടുക്കേണ്ട സമയം പണ്ടേക്ക് കൊണ്ട് കഴിഞ്ഞു. അച്ഛാ, ഉപ്പ കഴിക്കാൻ പോണം. നാളെ ഇല്ലല്ലേ? വൈകിട്ടാ എന്നെയും കൂടെ കൊണ്ടുപോകുമോ? പെട്ടെന്ന് വന്നാ മതി. വരാം. ഒന്നും ഉണ്ടാകുന്നില്ലല്ലോ. പോയിക്ക് അവിടെ നിന്ന് പോ.